ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനം ഇന്ന് ലോകമെമ്പാടും സമുചിതമായി ഇന്ന് ആചരിക്കുകയാണ്. അതുവഴി ഇന്ന് മാഹി വിദ്യാഭ്യാസ വകുപ്പ് യോഗ ദിനമായി ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ യോഗ ദിനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ ഞാൻ ആദ്യമായി തന്നെ ഇവിടെ സമർപ്പിക്കുകയാണ്. നമുക്കറിയാം, യോഗയെക്കുറിച്ച് ജൂൺ 21 യോഗാ ദിനം ആചരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. യോഗയെക്കുറിച്ച്, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച്, അത് മനുഷ്യ രാശിയെ ഏത് രീതിയിലാണ് നിലനിർത്തുന്നത്, അത് ഏത് തരത്തിലാണെന്ന് മനുഷ്യ ഗണത്തിന് ഗുണം നൽകുന്നത് നമുക്ക് വളരെ നന്നായി അറിയാം. ഈ യോഗയെ സംബന്ധിച്ച് പറയുമ്പോൾ പതഞ്ജലി മഹർഷിയുടെ നേതൃത്വത്തിൽ ഒരുപാട് വർഷക്കാലം അദ്ദേഹം തപസ്സിരുന്ന് വന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു ചികിത്സാ സമ്പ്രദായം, അല്ലെങ്കിൽ ഒരു കായിക മുറ, അല്ലെങ്കിൽ എല്ലാ ആളുകളും ഒരു പരിശീലിക്കേണ്ട ഒരു ഘടകമായി യോഗയെ ഇന്ന് ഇന്ത്യയുടെ പൈതൃകമായി ആചാര്യന്മാർ അത് ലോകത്തെമ്പാടും എത്തിച്ചിട്ടുള്ള വലിയ ഒരു സമ്പത്താണ് യോഗ എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഈ യോഗ ദിനത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കോവിഡ് മൂലം ദുരിതമനുഭവിക്കുന്ന മനുഷ്യരാശിക്ക് ഏറ്റവും വലിയൊരു പരിഹാര പ്രക്രിയയാണ് യോഗ എന്ന് ഞാൻ ഇവിടെ നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ യോഗ അഭ്യാസത്തിലൂടെ, അത് അഭ്യസിക്കുന്നതിലൂടെ അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളിൽ നല്ല ഒരു ആശ്വാസവും ഉണർവും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ലാത്തതാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിനും അതേപോലെ തന്നെ ആയുർവേദ വൈദ്യശാസ്ത്രത്തിനും മറ്റ് യുനാനി പോലെയുള്ള മറ്റെല്ലാ വൈദ്യശാസ്ത്ര രംഗത്തും യോഗയെ അതിൻ്റെ കൂടെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴേ ഈ രാജ്യത്ത് മാത്രമല്ല, ലോകത്തെമ്പാടും വിദ്യാർത്ഥികളുടെ ഇടയിൽ യോഗ ഒരു ദിനചര്യയായി മാറ്റി അത് സ്കൂൾ സിലബസിൽ ചേർത്തുകൊണ്ട് പല യൂറോപ്യൻ രാജ്യങ്ങളിലും വെസ്റ്റേൺ കൺട്രിയിലും ഇത് പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി യോഗ അഭ്യസിക്കുന്നത് തുടർന്നത് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും അത്തരം ഒരു സംവിധാനത്തിലൂടെ ലോകം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇന്ത്യക്കാരെന്ന രീതിയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. കാരണം ഇതിൻ്റെ പൈതൃകം എന്നത് നമ്മുടേതാണ് എന്ന് നമുക്ക് അഭിമാനിക്കാം. അതുകൊണ്ട് ഈ ജൂൺ 21 ലോകത്തെമ്പാടും ഈ യോഗ ദിനമായി ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ ഈ യോഗയുമായി ബന്ധപ്പെട്ട മാഹി സ്കൂളിലെ മേലധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ യോഗ പരിശീലന പരിപാടി പങ്കെടുക്കുവാനും നിങ്ങളോട് സംസാരിക്കുവാനും എനിക്ക് സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിനപ്പുറം ഈ പരിപാടി നല്ല രീതിയിൽ നടക്കട്ടെ എന്നും നിങ്ങളെല്ലാ ആളുകളുടെയും എല്ലാ തരത്തിലുള്ള സഹായങ്ങളും പാർട്ടിസിപ്പേഷനും ഈ യോഗ ക്ലാസ്സിൽ ഉണ്ടാവണമെന്നും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നതോടൊപ്പം ഈ യോഗ ക്ലാസ് ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ വളരെ സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്. Good morning, all friends. So today is the Yoga Day, 21st June, and we know very well that importance of the yoga. Health is very, very important for us, and after COVID we can understand importance of the health. So I would like to explain you two things regarding your health. First is food, second is exercise. Quality food is very, very important. So I can say quality means homemade food itself is more than enough. Our ancestors used to consume only homemade food. So those foods coming from outside, packed food, ready-made food, pizza, burger, cold drinks are very dangerous. These are having some chemicals. So I can say it's slow poison. So please avoid these things and prefer your homemade food. That is more than enough, because healthy food gives all good things to your body, and those things are very important for health. Second is exercise. So exercise is also very important. For that, definitely you can do any type of exercise, yoga, meditations. These things are very, very important. And now yoga, if you see the Indian history, you see our culture,
yoga played vital role. You see Vedas time also, our rishis, munis, they used to follow yogas. So please, you make yogas, meditation exercise in your daily routine life. You, as like food, make exercise also important for your daily routine life. See, as a today Yoga's Day, 21st June, so we are especially for awareness purpose doing today. But this is not only today. You have to follow daily. You have to explain your family members, relatives, friends, and ultimately whole society should follow these yogas, exercise, meditations. Then only we can avoid health issues. So it's my request to everyone, all the students, please take it very seriously and include in your routine daily basis. As like you are getting daily foods, you are going to schools, same thing, exercise, yoga, meditations make your habits. Automatically you will feel these are the very very important things, and you can avoid the visit of the doctors. So for your health, yoga very very important. My humble request to everyone, please follow these things in routine life, not only today. Thank you very much. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനം. ഈ ദിനത്തിൻ്റെ പ്രാധാന്യം നമുക്കെല്ലാം അറിയാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ ഈ ദിനം വളരെ ഭംഗിയായി ആചരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒട്ടുമിക്ക ആളുകളും യോഗ പരിശീലിച്ചിട്ടുണ്ട്. അവർ അത് നിത്യവും ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മാനസിക ശാരീരികമായ ഉന്മേഷവും അരോഗാവസ്ഥയും ഒക്കെ തന്നെ നമുക്ക് വെളിവാകുന്നതുമാണ്. ഇന്ന് ഈ ഒരു ചടങ്ങിൽ നമ്മൾ ബഹുമാനപ്പെട്ട MLA ഉണ്ട്, ബഹുമാനപ്പെട്ട റീജിയണൽ അഡ്മിനിസ്ട്രേറ്ററുണ്ട്, അങ്ങനെ എല്ലാ ആളുകളും ചേർന്നുകൊണ്ട് ഉള്ള ഒരു പരിപാടിയാണ് നമ്മളിവിടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഈ പരിപാടി വളരെ ഭംഗിയായി നിർവഹിക്കുന്നത് പന്തക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ടുള്ള സജീന്ദ്രൻ മാസ്റ്ററാണ്. അദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ വർഷവും ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്തിട്ടുള്ളത്. കുട്ടികളിലേക്ക് നമ്മൾ ഈ യോഗയുടെ പ്രാധാന്യത്തെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ദിനത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോവിഡ് മഹാമാരിയുടെ സമ്മർദ്ദങ്ങൾ, പ്രയാസങ്ങൾ ഇതൊക്കെ തന്നെ തരണം ചെയ്യാൻ യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്താൽ ഒരു പരിധിവരെ എല്ലാറ്റിനും ഒരു പരിഹാരമാവുമെന്ന് നമുക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിദ്യാഭ്യാസ വകുപ്പ് ഈ ഒരു സംരംഭത്തിന് മുതിരുന്നത്. നമുക്കറിയാം, നമ്മൾ കുറേ മാസങ്ങളായി, ഏതാണ്ട് 1.5 വർഷത്തോളമായി കോവിഡ് മഹാമാരിയുടെ പിടിയിൽപ്പെട്ട് സ്കൂളുകൾ അടച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളാണ് നടക്കുന്നത്. ഇങ്ങനെയുള്ള അവസരത്തിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ തന്നെ മാനസികമായ ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട്. ഈ സമ്മർദ്ദങ്ങളൊക്കെ അതിജീവിക്കാൻ യോഗ നിത്യവും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും നമുക്ക് ഈ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയുമെന്ന് ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ഒരുപാട് വിദ്യാർത്ഥിനികൾ, അധ്യാപകർ ഒക്കെ ഈ യോഗ ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാവർക്കും തന്നെ നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ആരോഗ്യങ്ങൾ സർവശക്തി നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഭാരത്. എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം. ഞാൻ സജീന്ദ്രൻ, പന്തക്കൽ IK കുമാരൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ
കായിക അധ്യാപകനാണ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ നിങ്ങൾക്ക് ഏവർക്കും യോഗാ ദിന ആശംസകൾ നേരുന്നു. ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഏറ്റവും നല്ല ഉപാധിയായിട്ടാണ് അന്താരാഷ്ട്ര സമൂഹം യോഗയെ കണക്കാക്കുന്നത്. നമുക്കറിയാം, ശരീരം കൊണ്ടുള്ള അഭ്യാസം എന്നതിലുപരി ശരീരത്തിനും മനസ്സിനും ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒരു ജീവിത ശൈലി കൂടിയാണ് യോഗ. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് നിത്യേനയുള്ള യോഗാഭ്യാസം നമ്മളെ ഏറെ സഹായിക്കും. യോഗ പരിശീലിക്കുന്നതിലൂടെ സമ്മർദ്ദത്തെ അകറ്റി മനസ്സിന് ശാന്തി നൽകാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് രോഗത്തെ അകറ്റി നിർത്താനും കഴിയുന്നതോടൊപ്പം തന്നെ ദിവസത്തിലുടനീളം നമ്മുടെ ശരീരത്തിന് സവിശേഷമായ ഊർജം പ്രദാനം ചെയ്യാൻ യോഗ പരിശീലിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും. വളരെ ലളിതമായ ചില യോഗാസനകൾ ഇന്ന് നമുക്ക് പരിശീലിക്കാം. ഏതൊരു യോഗാസനം നമ്മൾ ചെയ്യുമ്പോഴും അതിന് മുന്നോടിയായി നമ്മുടെ ശരീരത്തെ അതിനായി പാകപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി ചില സ്ട്രെച്ചിങ് എക്സസൈസ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഈ യോഗ ക്ലാസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് LP സ്കൂൾ പള്ളൂർ നോർത്തിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ശിവാനിയാണ്. അപ്പോൾ സ്ട്രെച്ചിങ് എക്സസൈസിലൂടെ നമുക്ക് ഇന്നത്തെ യോഗ പരിശീലനത്തിലേക്ക് കടക്കാം. എല്ലാവരും അതിനായി തയ്യാറെടുക്കും. ഹെഡ് അപ്പ് ആൻഡ് ഡൗൺ. 1 2 3 4 5 6. Sideward. 1 2 3 4 5 and 6. 1 2 3 4 5. Opposite. 1 2 3 4 and 5. Elbow flexion and extension. 1 2 3 4 5 6 7 8. Wrist rotation. 1 2 3 4 5 6 7 8. Opposite. 1 2 3 4 5 6 7 8. Sideward bending. 1 2 3 4 5. 1 2 3 4 5. Backward bending. 1 2 3 4 5. Forward bending. 1 2 3 4 5. Plank stretch. 1 2 3 4 5. 1 2 3 4 5. Angle up and down. 1 2 3 4 5 6 7 8. Sideward. 1 2 3 4
5, 6, 7, 8. Ankle rotation. 1, 2, 3, 4, 5, 6, 7, 8. Opposite. 1, 2, 3, 4, 5, 6, 7, 8. Next leg. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. Rotation. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, and 8. Relax. ആദ്യമായി നമുക്ക് ത്രികോണാസനം പരിശീലിക്കാം. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കൈകൾ, കാലുകൾ, നട്ടെല്ല് എന്നിവ ഒരു ത്രികോണത്തിന്റെ ആകൃതി പ്രാപിക്കുന്നത് കൊണ്ടാണ് ഈ ആസനത്തെ ത്രികോണാസനം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ത്രികോണാസനം ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ത്രികോണാസനം. ഈ ആസനം ചെയ്യുന്നതിനായി ആദ്യം നിവർന്നു നിൽക്കുക. ഒരു സൗകര്യപ്രദമായ അകലത്തിൽ നിങ്ങളുടെ ഇരു കാലുകളും അകത്തുക. ഇരു കൈകളും തോളുയരത്തിൽ ഉയർത്തുക. നിങ്ങളുടെ കൈകൾ സമനിലയിലാണെന്ന് ഉറപ്പുവരുത്തുക. ഇവ ഒന്നിനു മുകളിലോ താഴെയോ മുന്നിലോ പിന്നിലോ ആകരുത്. നിങ്ങളുടെ ഇടത് കാൽപാദം ഉറപ്പിച്ചു വെച്ച് വലത് കാൽപാദം 90 ഡിഗ്രി കോണിൽ തിരിക്കുകയും ചെയ്യുക. ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്കെടുക്കുക. ഇനി ശ്വാസം പുറത്തുവിട്ടുകൊണ്ട് സാവകാശം നിങ്ങളുടെ ശരീരം നിങ്ങളുടെ അരക്കെട്ടിൽ നിന്ന് വലത്തോട്ട് വളയ്ക്കുക. നിങ്ങളുടെ വലതു കൈ കൊണ്ട് വലത് കണങ്കാലിൽ തൊടാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇടത് കൈ ആകാശത്തേക്ക് ഉയർത്തുക. കണങ്കാലിൽ കൈകൾ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളവർ സൗകര്യപ്രദമായ ദൂരം വരെ നിങ്ങളുടെ കൈകൾ കൊണ്ടുപോവുക. അല്പനേരം ഈ സ്ഥിതിയിൽ റിലാക്സായി തുടരുക. സാധാരണ പോലെ ശ്വാസോച്ഛ്വാസം ചെയ്യുക. സാവകാശം ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് നിവർന്ന ശേഷം വലത് പാദം പഴയതുപോലെ കൊണ്ടുവരിക. ഇനി നിങ്ങളുടെ ഇടത് പാദം 90 ഡിഗ്രി കോണിൽ തിരിക്കുക. ഇതേ ആസനം നിങ്ങളുടെ ഇടത് ഭാഗത്ത് ആവർത്തിക്കുക. വളരെ ലളിതവും ഉപയോഗപ്രദവുമാണ് ഈ ആസനം. അരക്കെട്ടിലെ പേശികളെ ഇത് ശക്തിപ്പെടുത്തുകയും നിങ്ങളുടെ തുടകൾ, തോളുകൾ, നെഞ്ച്, നട്ടെല്ല് എന്നിവയ്ക്ക് ബലവും വഴക്കവും നൽകുവാനും ഈ ആസനം ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും. നിങ്ങൾക്ക് കഴുത്തിനോ മുതുകിനോ പരിക്കുണ്ടെങ്കിലോ നടുവിനോ ഇടുപ്പിനോ വേദനയുണ്ടെങ്കിലോ ഈ ആസനം ചെയ്യാതിരിക്കുക. അടുത്തതായി നമ്മൾ പരിശീലിക്കാൻ പോകുന്നത് വൃക്ഷാസനമാണ്. ഈ ആസനം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ഒരു വൃക്ഷത്തിന്റെ രൂപം പ്രാപിക്കുന്നത് കൊണ്ടാണ് ഈ ആസനത്തെ വൃക്ഷാസനം എന്ന് പറയുന്നത്. വൃക്ഷാസനം ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സിന്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ ശരീരത്തിന് ഉറപ്പും ബലവും നൽകാനും ഇത് സഹായിക്കും. എങ്ങനെയാണ് വൃക്ഷാസനം ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. വൃക്ഷാസനം. ഈ ആസനം ചെയ്യുന്നതിനായി പാദങ്ങൾ 2 ഇഞ്ച് അകലത്തിലായി നിൽക്കുക. നിങ്ങളുടെ കണ്ണുകൾ
മുന്നിലെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുക. എന്നിട്ട് ആഴത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക. ശ്രദ്ധയോടെയും സാവകാശവും നിങ്ങളുടെ വലത് കാൽ വളച്ച് മുകളിലേക്കുയർത്തി ഉള്ളംകാൽ നിങ്ങളുടെ ഇടത് തുടയ്ക്ക് ഉള്ളിലായി വയ്ക്കുക. ഈ സ്ഥിതിയിൽ നിവർന്നു നിന്ന ശേഷം ആഴത്തിൽ ശ്വാസം എടുത്തുകൊണ്ട് സാവകാശം നിങ്ങളുടെ കൈകൾ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തി കൈപ്പത്തികൾ ചേർത്ത് കൈ കൂപ്പി നിൽക്കുക. സാധാരണ പോലെ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് ഈ സ്ഥിതിയിൽ 10 മുതൽ 30 സെക്കൻഡ് വരെ തുടരുക. മുതൽ 30 സെക്കൻഡ് വരെ ഈ സ്ഥിതിയിൽ തുടർന്നതിന് ശേഷം സാവകാശം ശ്വാസം പുറത്തേക്ക് വിടുക. എന്നിട്ട് സാവകാശം കൈകൾ താഴോട്ട് കൊണ്ടുവരിക. വലത് കാൽ താഴേക്ക് വെച്ച് നിവർന്നു നിൽക്കുക. ആഴത്തിൽ ശ്വാസം എടുത്ത ശേഷം പുറത്തേക്ക് വിടുക. ഈ ചെയ്തത് മുഴുവൻ നിങ്ങളുടെ ഇടത് കാലിൽ ആവർത്തിക്കുക. വൃക്ഷാസനം നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആശ്വാസം നൽകുകയും നിങ്ങളുടെ തലച്ചോറിൻ്റെ ജാഗ്രത വർദ്ധിപ്പിക്കുകയും ഏകാഗ്രതയോടെ ജോലികൾ പൂർത്തിയാക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അടുത്തതായി നമ്മൾ പരിശീലിക്കാൻ പോകുന്നത് വജ്രാസനമാണ്. ധ്യാന നിലയിൽ ചെയ്യുന്ന ഒരു ആസന കൂടിയാണ് വജ്രാസനം. മനസ്സിനും ശരീരത്തിനും ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒരു യോഗാസന കൂടിയാണ് വജ്രാസനം. നമുക്ക് വജ്രാസനം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വജ്രാസനം ദണ്ഡാസനത്തിൽ നിന്നാണ് ഈ ആസനം ചെയ്തു തുടങ്ങേണ്ടത്. ഇതിനായി 2 കാലുകളും മുന്നോട്ട് നീട്ടി ഇരിക്കണം. നിങ്ങളുടെ കൈകൾ ഇടുപ്പിന് അടുത്തായി ശരീരത്തോട് ചേർത്ത് വയ്ക്കണം. ശരീരത്തിൻ്റെ ഭാരം കൈകളിലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നിങ്ങളുടെ വലത് കാല് മടക്കി നിങ്ങളുടെ വലത് നിതംബത്തിന് അടിയിലായി വെക്കുക. എന്നിട്ട് ഇടത് കാല് മടക്കി ഇടത് നിതംബത്തിന് അടിയിലായി വെക്കുക. നിങ്ങളുടെ തുടകൾ ചേർന്നിട്ടാണെന്നും കാലുകളുടെ തള്ളവിരലുകൾ പരസ്പരം സ്പർശിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുക. അതിനുശേഷം നിങ്ങളുടെ കൈകൾ കാൽമുട്ടിലേക്ക് വയ്ക്കണം. നിങ്ങളുടെ താടി തറയ്ക്ക് സമാന്തരമാണെന്നും ഉറപ്പാക്കുക. നട്ടെല്ല് നിവർത്തി സാധാരണ പോലെ ശ്വസിച്ചുകൊണ്ട് റിലാക്സ് ആയി ഈ അവസ്ഥയിൽ തുടരുക. വജ്രാസനം നിങ്ങളുടെ തുടകളുടെയും കാൽവണ്ണയുടെയും പേശികളെ ബലിഷ്ഠമാക്കുന്നു. ഇത് നിങ്ങളുടെ കാലുകളിലെ ഞരമ്പുകളെ ശക്തിപ്പെടുത്തുന്നു. മുതുകിലും നട്ടെല്ലിനും അരക്കെട്ടിലുമുള്ള വേദനകൾക്ക് ഈ ആസനം ആശ്വാസം നൽകുന്നു. വജ്രാസനത്തിൽ അല്പനേരം തുടർന്ന ശേഷം നിങ്ങളുടെ ശരീരം വലത്തോട്ട് വളച്ച് ഇടത് കാൽ നിവർത്തുകയും
ശരീരം ഇടത്തോട്ട് വളച്ച് വലതുകാൽ നിവർത്തുകയും ചെയ്യുക. തുടർന്ന് ദണ്ഡാസനത്തിൽ റിലാക്സ് ചെയ്യണം. ഇത് പതിവായി ചെയ്യുന്നത് നിങ്ങളുടെ ശരീരം ശക്തിപ്പെടുത്തുകയും നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അടുത്തതായി നമ്മൾ പരിശീലിക്കാൻ പോകുന്നത് ശശാങ്കാസനമാണ്. സംസ്കൃതത്തിൽ ശശാങ്കം എന്നാൽ മുയൽ എന്നാണ് അർത്ഥം. ഈ ആസനം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഭാവം മുയലിൻ്റേത് പോലെ ആവുന്നത് കൊണ്ടാണ് ഈ ആസനത്തെ ശശാങ്കാസനം എന്ന് വിളിക്കുന്നത്. ശശാങ്കാസനം എങ്ങനെയാണ് പരിശീലിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ശശാങ്കാസനം. ഈ ആസനം ചെയ്യാൻ ആദ്യം വജ്രാസനത്തിൽ ഇരിക്കണം. എന്നിട്ട് നിങ്ങളുടെ കൈകൾ കാൽമുട്ടിൽ വയ്ക്കണം. ഇനി നിങ്ങളുടെ ഇരു കാൽമുട്ടുകളും കഴിയുന്നത്ര സൗകര്യപ്രദമായി ഇരുഭാഗത്തുമായി അകഴ്ത്തി വയ്ക്കുക. നിങ്ങളുടെ കാലിൻ്റെ തള്ളവിരലുകൾ തമ്മിൽ സ്പർശിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ കൈപ്പത്തികൾ മുന്നിൽ കാൽമുട്ടുകളുടെ മധ്യഭാഗത്തായി വയ്ക്കുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ട് നിങ്ങളുടെ കൈപ്പത്തികൾ മുന്നോട്ട് നീക്കി ശരീരം മുന്നോട്ട് വളയ്ക്കുക. നിങ്ങളുടെ കൈകൾ സമാന്തരമാണെന്നും നിങ്ങളുടെ താടി തറയിൽ സ്പർശിച്ചിട്ടുണ്ട് എന്നും ഉറപ്പുവരുത്തുക. മുന്നോട്ട് നോക്കിക്കൊണ്ട് ഈ അവസ്ഥയിൽ സാധാരണ പോലെ ശ്വാസമെടുത്തുകൊണ്ട് റിലാക്സ് ചെയ്യുക. ഈ ആസനം നിങ്ങളുടെ ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തുകയും മുതുകുവേദനയിൽ നിന്ന് ആശ്വാസം നൽകുകയും ചെയ്യും. ഈ അവസ്ഥയിൽ അല്പനേരം തുടർന്ന ശേഷം ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് നിങ്ങളുടെ ശരീരം നിവർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വജ്രാസനത്തിലേക്ക് തിരികെ വരിക. അതിനുശേഷം നിങ്ങളുടെ ശരീരം വലത്തേക്ക് ചെരിച്ച് രണ്ട് കാലുകളും മുന്നിലേക്ക് നീക്കി വിശ്രമാസന സ്ഥിതിയിലേക്ക് എത്തി നിങ്ങൾ റിലാക്സ് ചെയ്യുക. ശശാങ്കാസനം മുടങ്ങാതെ ചെയ്യുന്നത് നിങ്ങളുടെ മാനസിക പിരിമുറുക്കവും ദേഷ്യവും കുറയ്ക്കാൻ സഹായിക്കും. അടുത്തതായി നമ്മൾ പരിശീലിക്കാൻ പോകുന്നത് സേതുബന്ധാസനമാണ്. സേതുബന്ധനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് പാലം നിർമ്മിക്കുക എന്നതാണ്. ഈ ആസനം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ഒരു പാലം പോലെ ആയിത്തീരുന്നത് കൊണ്ടാണ് ഈ ആസനത്തെ സേതുബന്ധാസനം എന്ന് വിളിക്കുന്നത്. സേതുബന്ധാസനം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സേതുബന്ധാസനം. സേതുബന്ധാസനം ചെയ്യുന്നതിനായി നിങ്ങളുടെ കാലുകൾ അകത്തി വെച്ചുകൊണ്ട് സൗകര്യപ്രദമായി മലർന്ന് കിടക്കുക. നിങ്ങളുടെ കൈകൾ നിലത്ത് അമർത്തി വയ്ക്കുക. അതായത് കൈയുടെ ഉൾവശം മുകളിലായി വയ്ക്കുക. ഈ ആസനത്തെയാണ് ശവാസനം എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ കാലുകൾ രണ്ടും ചേർത്ത് വയ്ക്കുക. ഇരു കൈകളും ശരീരത്തോട് ചേർത്ത് വയ്ക്കുക. അതിനുശേഷം ഇരു കാൽമുട്ടുകളും മടക്കി കാൽപാദങ്ങൾ അരക്കെട്ടിന് അടുത്തേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ കൈകൾ കൊണ്ട് കണങ്കാലുകൾ മുറുകെ പിടിക്കുക. ഇനി ശ്വാസം പതുക്കെ അകത്തേക്കെടുത്തുകൊണ്ട് നിങ്ങളുടെ അരക്കെട്ട് മുകളിലേക്ക് ഉയർത്തുക. ഇപ്പോൾ നിങ്ങളുടെ ശരീരം ഒരു പാലത്തിനോട് സാമ്യമുള്ളതുപോലെ തോന്നും. ആവശ്യമാണെങ്കിൽ ഈ പോസിൽ കൈകൾ നടുവിന് താങ്ങായി കൊടുക്കാവുന്നതാണ്.
സാധാരണ പോലെ ശ്വസിച്ച് ഇതേ അവസ്ഥയിൽ 10 മുതൽ 30 സെക്കൻഡ് വരെ തുടരുക. ഈ അവസ്ഥയിൽ 10 മുതൽ 30 സെക്കൻഡ് വരെ തുടർന്നതിന് ശേഷം ശ്വാസം പതുക്കെ പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടുപ്പ് മെല്ലെ നിലത്തേക്ക് താഴ്ത്തുക. കാലുകൾ നിവർത്തി പതിയെ ശവാസനത്തിലേക്ക് മടങ്ങി വിശ്രമിക്കുക. ഈ ആസനം നിങ്ങളുടെ ഇടുപ്പിലെ പേശികളെ ശക്തിപ്പെടുത്തുകയും നിങ്ങളുടെ ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തുകയും ചെയ്യും. സേതുബന്ധാസനം പതിവായി ചെയ്യുന്നത് വിഷാദവും ഉത്കണ്ഠയും മറികടക്കാൻ നിങ്ങളെ സഹായിക്കും. അടുത്തതായി നമ്മൾ പരിശീലിക്കാൻ പോകുന്നത് ഉഷ്ട്രാസനമാണ്. സംസ്കൃതത്തിൽ ഉഷ്ട്രം എന്ന വാക്കിനർത്ഥം ഒട്ടകം എന്നാണ്. ഈ ആസനം നമ്മൾ പരിശീലിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഭാവം ഒട്ടകത്തിന്റെ മുതുകിലെ പേശിയുടെ പോലെ ആവുന്നത് കൊണ്ടാണ് ഈ ആസനത്തെ ഉഷ്ട്രാസനം എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് ഉഷ്ട്രാസനം പരിശീലിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഉഷ്ട്രാസനം. ഈ ആസനം ചെയ്യുന്നതിനായി ആദ്യം നിങ്ങൾ വജ്രാസനത്തിൻ്റെ പോസിൽ ഇരിക്കണം. കൈകൾ കാൽമുട്ടിൽ വെച്ച് തല മുതൽ പാദം വരെ ശരീരം നേർരേഖ പോലെ നിവർന്നിരിക്കണം. ഇനി നമുക്ക് വജ്രാസനത്തിൽ നിന്ന് അർദ്ധ ഉഷ്ട്രാസനത്തിലേക്ക് സാവകാശം പോകാം. ഇത് ചെയ്യാൻ ആദ്യം നിങ്ങൾ മുട്ടുകാലിൽ നിവർന്നു നിൽക്കണം. ഇനി നിങ്ങളുടെ 2 കൈകളും വിരലുകൾ താഴേക്ക് ചൂണ്ടുന്ന വിധം അരക്കെട്ടിന് താഴെ വെക്കുക. സാവകാശം ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് നിങ്ങളുടെ നട്ടെല്ലിൻ്റെ ആരംഭത്തിൽ നിന്ന് പിന്നിലേക്ക് വളയുക. നിങ്ങളുടെ കഴുത്തിലെ പേശികൾക്ക് വലിവ് അനുഭവപ്പെടുന്നതുവരെ തല പിന്നിലേക്ക് വളയ്ക്കുക. ഈ ആസനത്തെ അർദ്ധ ഉഷ്ട്രാസനം എന്നാണ് വിളിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഉഷ്ട്രാസനത്തിലേക്ക് പോകാം. അതിന് നിങ്ങൾ ശ്വാസം സാവകാശം പുറത്തു വിട്ടുകൊണ്ട് നിങ്ങളുടെ വലത് കൈകൊണ്ട് വലത് ഉപ്പൂറ്റിയും ഇടത് കൈകൊണ്ട് ഇടത് ഉപ്പൂറ്റിയും പിടിക്കുക. പിന്നിലേക്ക് വളയുമ്പോൾ നിങ്ങളുടെ കഴുത്ത് വലിഞ്ഞ് വേദനിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാധാരണ പോലെ ശ്വാസോച്ഛ്വാസം ചെയ്യുക. ഏകദേശം 10 മുതൽ 30 വരെ സെക്കൻഡ് ഈ അവസ്ഥയിൽ തുടരുക. അതിനുശേഷം ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് നിങ്ങളുടെ കഴുത്ത് പൂർവസ്ഥിതിയിൽ ആക്കുക. മുതുക് നിവർത്തി നിങ്ങളുടെ ഉപ്പൂറ്റിയിൽ വജ്രാസനത്തിൽ ഇരിക്കുക. ഇത് നിങ്ങളുടെ മുതുകിലെയും കഴുത്തിലെയും പേശികൾക്ക് ബലം നൽകും. നിങ്ങളുടെ അരക്കെട്ടിലെയും വയറിലെയും കൊഴുപ്പ് കുറക്കാനും ഈ ആസനം നിങ്ങളെ സഹായിക്കും. അടുത്തതായി നമ്മൾ പരിശീലിക്കാൻ പോകുന്നത് സൂര്യ നമസ്കാരമാണ്. 8 യോഗാസനങ്ങൾ കൂടി ചേർന്ന് 12 ചുവടുകളായിട്ടാണ് ഇത് നമ്മൾ പരിശീലിക്കുന്നത്. ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന്റെ താളാത്മകമായ വികാസത്തിനും മനസ്സിന്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിനും ഇതേറെ നമ്മെ സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് പരിശീലിക്കുന്നത് എന്ന് നോക്കാം. സൂര്യ നമസ്കാരം ചെയ്യുന്നതിനായി
ഇരു പാദങ്ങളും ചേർത്ത് വയ്ക്കുക. എന്നിട്ട് തോളുകൾ ഉയർത്തി നിവർന്നു നിൽക്കുക. ഇരു കൈകളും നിങ്ങളുടെ ശരീരത്തോട് ചേർന്നാണെന്നും താടി തറയ്ക്ക് സമാന്തരമാണെന്നും ഉറപ്പാക്കുക. ഇതാണ് സമസ്ഥിതി. ആദ്യ ചുവട് ചെയ്യാൻ ശ്വാസം അകത്തേക്കെടുത്ത് ഇരു കൈകളും നെഞ്ചിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് അവ നമസ്കാര മുദ്രയിൽ യോജിപ്പിക്കണം. ഇതിനെ പ്രണാമാസനം എന്നാണ് വിളിക്കുന്നത്. പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി സാവകാശം ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് തലയ്ക്ക് മുകളിലേക്ക് ഇരു കൈകളും ഉയർത്തി തലയും അരക്കെട്ടും പിന്നിലേക്ക് വളയ്ക്കണം. കാലുകൾ നിവർന്ന് തന്നെ ഇരിക്കണം. ഈ ആസനത്തെ ഹസ്ത ഉത്തനാസനം എന്നാണ് വിളിക്കുന്നത്. ഇനി മൂന്നാമത്തെ ചുവട് സാവകാശം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുന്നോട്ട് വളയുക. ഇരു കൈപ്പത്തികളും നിങ്ങളുടെ പാദത്തിൻ്റെ ഇരുഭാഗങ്ങളിലും നിലത്ത് സ്പർശിക്കണം. ഈ ആസനത്തെ പാദഹസ്താസനം എന്നാണ് പറയുന്നത്. നാലാമത്തെ ചുവട്. ഈ ചുവടിൽ ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് നിങ്ങളുടെ വലത് കാൽ പിന്നിലേക്ക് നീട്ടി കാൽമുട്ട് തറയിൽ ഊന്നുക. വലതുകാൽ നിങ്ങളുടെ കാൽവിരലുകളിൽ ഊന്നിയാണെന്നും ഇരു കൈപ്പത്തികളും നിലത്താണെന്നും അരക്കെട്ട് താഴ്ന്നിട്ടാണെന്നും താടി ഉയർന്നിട്ടാണെന്നും ഉറപ്പാക്കുക. ഇതിനെ അശ്വസഞ്ചലനാസനം എന്നാണ് വിളിക്കുന്നത്. അഞ്ചാമത്തെ ചുവടിൽ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ വലത് കാലിന് സമാന്തരമായി തന്നെ ഇടത് കാലും പിന്നിലേക്ക് നീട്ടുക. നിങ്ങളുടെ തോളുകൾ രണ്ടും നേർരേഖയിലാണെന്നും അതുപോലെ മുതുകും അരക്കെട്ടും നേർരേഖയിലാണെന്നും ഉറപ്പാക്കുക. ഈ ആസനത്തെ സന്തുലനാസനം എന്നാണ് വിളിക്കുന്നത്. ഈ സ്ഥിതിയിൽ സാവകാശം ശ്വാസം ഉള്ളിലേക്കെടുക്കുക. ആറാമത്തെ ചുവട്. ശ്വാസം സാവകാശം പുറത്തേക്ക് വിടുക. ഇരു കാൽമുട്ടുകളും ഒരേ സമയം നിലത്ത് ഊന്നുക. അതോടൊപ്പം നെഞ്ചും നെറ്റിയും നിലത്ത് സ്പർശിക്കണം. നിങ്ങളുടെ അരക്കെട്ട് ഉയർന്നിട്ടാണെന്നും കൈമുട്ടുകൾ ശരീരത്തോട് ചേർന്നിട്ടാണെന്നും ഉറപ്പുവരുത്തുക. ഈ ആസനത്തെ സാഷ്ടാംഗ നമസ്കാരം എന്നാണ് വിളിക്കുന്നത്. ഇനി ഏഴാമത്തെ ചുവട്. ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് നിങ്ങളുടെ ഇടുപ്പ് താഴ്ത്തി തലയും നെഞ്ചും മുന്നിലേക്കുയർത്തി പൊക്കിൾ വരെയുള്ള ശരീരത്തിൻ്റെ മുകൾ ഭാഗം ഉയർത്തണം. ഈ ആസനം അറിയപ്പെടുന്നത് ഭുജംഗാസനം എന്നാണ്. എട്ടാമത്തെ ചുവട്. ശ്വാസം പതുക്കെ പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ കാൽവിരലുകൾ ഉള്ളിലേക്ക് മടക്കി കൈപ്പത്തിയിൽ ഊന്നി ഇടുപ്പ് മുകളിലേക്കുയർത്തി പർവ്വതത്തിൻ്റെ രൂപത്തിൽ കൊണ്ടുവരിക. ഈ ആസനത്തെ പർവ്വതാസനം എന്നാണ് വിളിക്കുന്നത്. ഒൻപതാമത്തെ ചുവടിനായി നിങ്ങളുടെ അരക്കെട്ട് താഴ്ത്തി ശ്വാസം ഉള്ളിലേക്കെടുത്ത് വലതുകാൽ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇടത് കാൽമുട്ട് തറയിലൂന്നി അശ്വസഞ്ചലനാസനത്തിലേക്ക് മടങ്ങണം. പത്താമത്തെ ചുവടിൽ നിങ്ങളുടെ ഇടത് കാലും മുന്നിലേക്ക് കൊണ്ടുവന്ന് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പാദഹസ്താസനത്തിലേക്ക് മടങ്ങി വരിക. 11ാമത്തെ ചുവട്. സാവകാശം ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് ശരീരം നിവർന്ന് ഇരു കൈകളും ഉയർത്തി ഹസ്ത ഉത്തനാസനത്തിലേക്ക് മടങ്ങി വരണം. നിവരുമ്പോൾ നിങ്ങളുടെ ഇരു കൈകളും തലയും ഒരേ സമയം ഉയരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. 12ാമത്തെ ചുവട്.
ശ്വാസം പതിയെ പുറത്തേക്ക് വിട്ടുകൊണ്ട് പ്രണാമാസനത്തിലേക്ക് തിരിച്ചു വരിക. ഇനി ഈ ചുവടുകളെല്ലാം തന്നെ നിങ്ങളുടെ ഇടത് കാലിൽ ആവർത്തിക്കുക. സൂര്യനമസ്കാരം സ്ഥിരമായി ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ശ്വാസകോശത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ ശരീരഭാരം നിയന്ത്രിക്കാനും നട്ടെല്ലും അതുപോലെ മുതുകിലെ പേശികൾ ശക്തിപ്പെടുത്താനും സഹായിക്കും. ഇത് ശരീരത്തിലെ വിഷാംശങ്ങൾ നിർവീര്യമാക്കുന്നതിനും അലസത മാറ്റുന്നതിനും ശരീരം മുഴുവൻ നവോന്മേഷം നൽകുന്നതിനും സഹായിക്കും. അവസാനമായി നമ്മൾ പരിശീലിക്കുന്നത് ശവാസനമാണ്. മനസ്സിനും ശരീരത്തിനും ഒരേ സമയം വിശ്രമം നൽകുന്നതിന് വേണ്ടിയാണ് ശവാസനം നമ്മൾ ചെയ്യുന്നത്. മനസ്സിനും ശരീരത്തിനും നവചൈതന്യം വീണ്ടെടുക്കുന്നതിനും ഒപ്പം പൂർണ്ണമായും അവയെ റിലാക്സ് ചെയ്യിക്കുന്നതിനും വേണ്ടിയാണ് ശവാസനം നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയാണ് ശവാസനം ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ശവാസനം. ശവാസനം ചെയ്യുന്നതിനായി നിങ്ങളുടെ കാലുകൾ അകത്തി വെച്ചുകൊണ്ട് സൗകര്യപ്രദമായി മലർന്ന് കിടക്കുക. നിങ്ങളുടെ കൈകൾ ശരീരത്തിൽ നിന്ന് അല്പം അകന്ന് തറയിൽ മലർത്തി വയ്ക്കുക. ഈ ആസനത്തെയാണ് ശവാസനം എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സമ്മർദ്ദം നീക്കാനുള്ള സമയമാണിത്. കണ്ണുകൾ അടച്ചുകൊണ്ട് ഉള്ളിലേക്ക് വലിക്കുന്ന ശ്വാസത്തിലും പുറത്തേക്ക് വിടുന്ന ഓരോ ശ്വാസത്തിലും ശ്രദ്ധ ഊന്നുക. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവയെ അയവുള്ളതാക്കുക. നിങ്ങളുടെ ശ്രദ്ധ ഇരു കാലുകളിലും കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ കാൽവിരലുകളിൽ ശ്രദ്ധ കൊണ്ടുവരിക. കാൽപാദങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. നിങ്ങളുടെ ഉപ്പൂറ്റി, കണങ്കാൽ എന്നിവയിൽ ശ്രദ്ധ കൊണ്ടുവരിക. തുടർന്ന് നിങ്ങളുടെ കാൽമുട്ടുകൾ, ഇടുപ്പ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ഇരു കാലുകളും പൂർണ്ണമായും റിലാക്സ് ആയിരിക്കുന്നു. ഇനി നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ കൈപ്പത്തികൾ, കൈമുട്ടുകൾ, തോളുകൾ എന്നിവയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. അവയെ അയവുള്ളതാക്കുക. ഇനി നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ വയറിലും നെഞ്ചിലുമായി കൊണ്ടുവരിക. ശ്രദ്ധ പതുക്കെ നിങ്ങളുടെ നട്ടെല്ലിലേക്ക് കൊണ്ടുവരിക. അവയെ അയവുള്ളതാക്കുക. നിങ്ങളുടെ ശ്രദ്ധ കഴുത്തിലേക്ക് കൊണ്ടുവരിക. സാവകാശം താടിയിലും കവിളുകളിലും ചുണ്ടിലും
മൂക്കിലും കണ്ണുകളിലും നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇരു പുരികങ്ങൾക്കും ഇടയിലായി നെറ്റിയുടെ മധ്യത്തിലായി നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. പതിയെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ തലയിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ നിങ്ങളുടെ ശരീരം പൂർണ്ണമായും റിലാക്സ് ആയി കഴിഞ്ഞു. നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമായിരിക്കുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ ശബ്ദങ്ങളെയും കേട്ടുകൊണ്ട് ശാന്തമായി കിടക്കുക. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. നിങ്ങൾ ഇപ്പോൾ അതീവ സന്തുഷ്ടരാണ്. മനോഹരമായ ഒരു പുഞ്ചിരിയോടെ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ പതുക്കെ തുറക്കുക. നിങ്ങളുടെ കാലുകൾ ചേർത്ത് വയ്ക്കുക. പതുക്കെ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ വലതുഭാഗത്തേക്ക് ചരിച്ച് നിങ്ങളുടെ ഇടത് കൈപ്പത്തി നിങ്ങളുടെ വലതു നെഞ്ചിന് നേരെ തറയിൽ ഊന്നി പതുക്കെ എഴുന്നേറ്റ് വിശ്രമാസനത്തിലേക്ക് വരിക. നിങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും റിലാക്സ് ആയിരിക്കുന്നു. മനോഹരമായ ഒരു പുഞ്ചിരിയോടെ പതുക്കെ എഴുന്നേൽക്കുക. പ്രിയ കൂട്ടുകാരെ, ഇതോടുകൂടി ഇന്നത്തെ ഈ യോഗ പരിശീലന പരിപാടി അവസാനിക്കുകയാണ്. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായ മാഹി MLA ശ്രീ രമേശ് പറമ്പത്ത് സാറിനും ഈ പരിപാടിക്ക് ആശംസകൾ നേർന്ന ബഹുമാന്യനായ മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ശിവരാജ് മീന സാറിനും ബഹുമാന്യനായ മാഹി ചീഫ് എഡ്യൂക്കേഷണൽ ഓഫീസർ ശ്രീ ഉത്തമരാജ് സാറിനും ഈ പരിപാടിയിൽ സജീവമായി പങ്കുചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് യോഗ നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടെ യോഗാദിന ആശംസകൾ നേർന്നുകൊണ്ടും നിർത്തുന്നു. നന്ദി.